ഹായ് ഹലോ ദ ഡെയിലി ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദൗത്യം എന്ന് പറയുന്നത് എൻ്റെ ക്രാഫ്റ്റ് റൂം ക്ലീനിങ് ആണ്. കാര്യം കുറേ നാളായി ഞാൻ അതിനകത്തോട്ട് കയറിയിട്ട് തന്നെ. ലാസ്റ്റ് വർക്ക് വന്ന് ആ റെസിൻ്റെ വർക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്ത് തിരിഞ്ഞ് ഞാൻ നോക്കിയിട്ടില്ല. മൊത്തം കോലപ്പെട്ട് അലങ്കോലമായിട്ട് അത് കിടക്കുക. അപ്പോൾ ഇന്നത്തെ ദൗത്യം അത് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കാര്യം എൻ്റെ കുറേ സാധനങ്ങൾ മിക്കവാറും അത് ചീത്തയായിപ്പോവും ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഈ റൂമിൽ ഞാൻ കയറിയിട്ടുണ്ടെങ്കിൽ ആദ്യമേ എന്നെക്കാട്ടിലും ആദ്യം കയറുന്നത് അല്ലുവാണ്. കാര്യം അവർക്കിത് ഭയങ്കര ഇഷ്ടമല്ല പെയിൻറ്റും അതിനകത്തിരിക്കുന്ന ക്ലേ കാര്യങ്ങളും ഒക്കെ എടുത്ത് വെച്ച് കളിക്കാനായിട്ട്. അങ്ങനെ ഞാൻ അല്ലുവിന് ടി വി ഒക്കെ ടി വി വെച്ച് കൊടുത്ത് അവിടെ ഇരുത്തിയിട്ടാണ് ഞാൻ ഈ റൂമിലോട്ട് കയറുന്നത്. കണ്ടല്ലോ ഇതിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ വീഡിയോ കാണുമ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും കൊലപ്പെട്ടായിരിക്കും കിടക്കുമെന്ന് ആരും വിചാരിക്കത്തില്ല. ഇങ്ങനെ ആവും നമ്മളൊരു വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഓൾറെഡി ഇത് റോഡ് സൈഡും കൂടെ ആയതുകൊണ്ട് പെട്ടെന്ന് പൊടിയും കയറും. അപ്പോൾ ഇത് വൃത്തിയാക്കലാണ് ഇന്നത്തെ ദൗത്യം. ഇത് നല്ല പരിപാടിയാണ്. കാര്യം എനിക്ക് ഓൾറെഡി ഡസ്റ്റ് അലർജി ഉള്ളതാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഡെയിലി ഞാൻ വൃത്തിയാക്കേണ്ട കാര്യമാണ്. ഇതങ്ങനെ ഇട്ടിരിക്കാം, നാളെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടിരിക്കുക. അപ്പോൾ ഇന്ന് എന്തായാലും അത് ചെയ്തേ പറ്റത്തുള്ള കാര്യം. ഇനി അടുത്ത വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ഇതിനകത്ത് പറ്റില്ലല്ലോ. അപ്പം ഞാൻ അടുത്ത സ്ഥലം കണ്ടുപിടിക്കും, അവിടെ ഇത് കണക്ക് കോലപ്പെടും. എനിക്ക് എന്നെ തന്നെ നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് ഇന്ന് രണ്ടും കൽപ്പിച്ചത് ഞാൻ ക്ലീൻ ചെയ്യാൻ കയറി കേട്ടോ. അപ്പോൾ ആ കിടക്കുന്നതെല്ലാം ഞാൻ ക്യാൻഡിലിന് വേണ്ടിയിട്ട് ജാർ ക്യാൻഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു പരീക്ഷണം നടത്തിയതാണ്. പക്ഷെ അത് നടന്നില്ല. അതിന് ഞാൻ ഉദ്ദേശിച്ചതായില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോ ഞാൻ പുറകെ ഇടും കേട്ടോ. അപ്പം ജാർ ക്യാൻഡിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈറ്റ് സിമെൻ്റ് ഒക്കെ വെച്ചിട്ട് ജാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അത് നടന്നില്ല. അങ്ങനെ അവിടുത്തെ ജനലുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ മൊത്തവും പൊടിയായിരുന്നു. പൊടിയെല്ലാം മറ്റേ ഉറുമ്പ് ഇതാക്കിയിടത്തില്ലേ, അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരുവിധം അവിടെ ഇതെല്ലാം ക്ലീൻ ചെയ്തപ്പോൾ ആ ടേബിളിൻ്റെ പുറത്ത് ഇരുന്നത് മൊത്തം പെയിൻറ്റ് ബ്രഷുകളും പിന്നെ മറ്റേ ഐസ്ക്രീം സ്റ്റിക്കും റെസിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിനകത്ത് ഇരുന്നത്. ആ ടേബിളിൽ വെച്ച് റെസിൻ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് അല്ലെങ്കിൽ റെസിൻ്റെത് നല്ല നിരപ്പായിട്ടുള്ള ഒരു ടേബിളിൽ നമുക്ക് റെസിൻ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ടേബിളാണ് ഞാൻ റെസിൻ വർക്ക് ചെയ്യാൻ. ഇപ്പുറത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അതിപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വീഡിയോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. അവിടെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു കുഞ്ഞു സ്റ്റുഡിയോ പോലെ ഞാനത് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ 2 വിൻഡോ ഉണ്ട്, നല്ല ലൈറ്റിംഗ് ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ റൂം സെലക്ട് ചെയ്തത്. അതല്ല, ഇത് വെളിയിലാണ്, സിറ്റ് ഔട്ടിലാണ് ഈ ഒരു റൂം ഉള്ളത്. അപ്പുറത്തൊരു പൂജാ റൂമും ഉള്ളത്. ഞാൻ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത് ഒരു പഴയ വീടാണ്. അപ്പം അതിൻ്റേതായ ഒരു എന്താ പറയുക, ഒരു ട്രഡീഷണൽ ലുക്കാണ് ഈ വീടിനുള്ളത്. നല്ലപോലെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു വീടാട്ടോ ഇത്. പിന്നെ ഞാൻ ഇത് കണക്ക് മാസത്തിൽ വൃത്തിയാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരുവിധം ഞാനത് ഫുള്ള് അവിടുത്തെ പൊടിയെല്ലാം തട്ടിയെടുത്തു. അപ്പോൾ ഈ ഇരിക്കുന്ന ഡ്രോ കണ്ടോ, എൻ്റെ കയ്യിൽ ഇത് ഏതാണ്ട് ഒരു 10-12 വർഷമായിട്ടിരിക്കുന്ന ആ ബ്ലൂ കളർ ഡ്രോ കേട്ടോ. ഞാനിത് +2 പഠിച്ച സമയത്ത് നമ്മുടെ ഈ മറ്റേ 99 രൂപ കട വരത്തില്ലേ, ആ കടയിൽ നിന്ന് ഞാൻ മേടിച്ച സാധനം അതെൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ, ഇങ്ങനെ ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ആയിട്ട് എൻ്റെ കയ്യിലുള്ളത്. അങ്ങനെ ഒരുവിധം ആ ടേബിളൊക്കെ ഞാനൊന്ന് സെറ്റ് ചെയ്തെടുത്തു. പിന്നെ ഓരോന്നും തുടച്ചെടുക്കണം. കാര്യം ഇതില്ല, ഇങ്ങനെ ഒരു സാധനം എടുക്കാൻ വേണ്ടി ചിലപ്പോൾ അടിയിലായിരിക്കും ഇരിക്കുന്നത്. അത് മൊത്തം എടുത്ത് വരുമ്പോഴത്തേക്ക് ഇതെല്ലാം തുറന്ന് മലത്തി അവിടെ ഇട്ടിട്ട് ഞാനങ്ങ് പോകും. പിന്നെ എനിക്ക് എപ്പോഴേലും തോന്നുമ്പോഴായിരിക്കും ഞാനതൊന്ന് ക്ലീൻ ചെയ്യുന്നത്. ഈവൻ കട്ടിങ്സ് വരെ അതിനകത്ത് കാണും. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പറ്റിപ്പോയത് ക്ലേ മൊത്തം തുറന്നിരുന്നിട്ട് അതിനകത്തുനിന്നൊരു 3-4 കളർ ക്ലേ എന്ത് പറ്റിയത് മൊത്തം ഉണങ്ങിപ്പോയി. സാരമില്ല, എന്തായാലും ക്ലേ ഹോം മെയ്ഡ് ക്ലേ ആണ്, ഞാനത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ക്ലേ. അപ്പോൾ എങ്ങനെയാണ് ഹോം മെയ്ഡ് ക്ലേ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് ഞാൻ ഷെയർ ചെയ്യാം. നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ക്ലേ ഉണ്ടാക്കുന്നത്. അതാണ് കുറച്ചും കൂടി നല്ലത്. പുറത്തുനിന്ന് ക്ലേ മേടിക്കുന്നതിലും നല്ലത്. നമുക്ക് ഇഷ്ടമുള്ള പേസ്റ്റൽ ഷെയ്ഡ്സ് നമുക്ക് ആക്കിയെടുക്കാം. എന്നിട്ട് ഞാനത് കുഞ്ഞു സിപ്പ് ലോക്ക് ബാഗ്സിൽ അതിനകത്ത് ആക്കി വെക്കുക ചെയ്യുന്നത്. ഇതിനകത്ത് 2-3 എണ്ണം എയർ ഡ്രൈ അല്ലേ, അപ്പോൾ അത് ഒരുപാട് സൂക്ഷിക്കണം. നല്ലതുപോലെ മോയ്സ്ചറായിട്ട് വെച്ച് തന്നെ സൂക്ഷിക്കണം. അങ്ങനെ കുറച്ചൊക്കെ കട്ടി ആയി അതൊക്കെ ഞാൻ കളഞ്ഞു. ഈ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ മാങ്ങ പിടിച്ചാലും പോയായിരുന്നു കേട്ടോ. അപ്പുറത്തെ അതിൻ്റെ ഫ്രണ്ടിലത്തെ മാവിൽ നിന്ന് മാങ്ങ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിന് സഹായിക്കാനും ഇടയ്ക്ക് ഞാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് ഇത്രയും ലേറ്റ് ആവുന്നത്. ശരിക്കും രാവിലെ തുടങ്ങിയ പരിപാടി ഉച്ചയായി ഇത് തീർന്നപ്പോൾ തന്നെ. ഇടയ്ക്ക് കുറേ നേരം കറണ്ട് ഇല്ലായിരുന്നു. ഈ ലൈറ്റിംഗ് ഭയങ്കര ഒരു പ്രശ്നമായതുകൊണ്ട് തന്നെ കറണ്ട് ഇല്ലാതെ ഒരു കാര്യം നടക്കത്തില്ല. അങ്ങനെ ഒരു വിധം ഞാൻ ആ ടേബിൾ ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ. നല്ല പാടായിരുന്നു. നിങ്ങളിത് 2x കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിട്ടൊക്കെ തോന്നുന്നു കേട്ടോ. ഇത് ഞാൻ കുത്തിയിരുന്നത് മൊത്തം ക്ലീൻ ചെയ്തെടുക്കുക ചെയ്ത് അത് മൊത്തം കട്ടിയായി പോയായിരുന്നു മൊത്തത്തിൽ. അപ്പം നിങ്ങളെന്തിനാ ഞാൻ എൻ്റെ വീട് ക്ലീൻ ചെയ്യുന്നത് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. എൻ്റെ ഉദ്ദേശം ഞാൻ ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ടെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ തോന്നിയാലോ ഞാനൊന്ന് ക്ലീൻ ചെയ്തേക്കാം എന്ന് തോന്നിയാലോ എന്ന് വിചാരിച്ച് മാത്രം ഞാൻ ഇടുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ കണ്ടിട്ട് പോകുമ്പോൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തേക്കണേ, മറക്കല്ലേ അതൊക്കെ. അങ്ങനെ ആ
ഇപ്പം ഞാൻ ക്ലീൻ ചെയ്ത നീല കളർ സാധനമില്ലേ, അതിനകത്താണ് ഓൾമോസ്റ്റ് എല്ലാ ക്രാഫ്റ്റ് വർക്കും ചെയ്യുന്നത് കേട്ടോ. അതിനകത്ത് ചെയ്തുള്ള ഗുണമാണ് അത് ക്ലീൻ ചെയ്യാനും എളുപ്പം. അത് സിലിക്കോണിൻ്റെ ഒരു ഷീറ്റാണ് അത്. അപ്പോൾ ആ ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തിപ്പോൾ നമുക്ക് ക്ലേ വർക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ റെസിൻ്റെ വർക്ക് ചെയ്യണമെങ്കിലോ അത് എളുപ്പമാണ്. കാര്യം അത് ക്ലീൻ ചെയ്യാൻ ഇപ്പോൾ റെസിൻ അതിനകത്ത് വീണ് ഡ്രൈ ആയാലും അത് നമുക്ക് അതിനകത്ത് വേഗം ഊരിയെടുക്കാൻ പറ്റും. അതിങ്ങനെ ജസ്റ്റ് അത് ഊരിയെടുത്താൽ മതി. ഇപ്പോൾ ക്ലേ ആണെങ്കിൽ പോലും എന്താണെങ്കിലും ഈവൻ നമ്മൾ ചപ്പാത്തി മേക്കിങ്ങിനും കേക്ക് ബേക്കിങ്ങിനും വരെ ഉണ്ടാക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ലിസ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നതായിട്ടോ നിങ്ങൾ ഈ കാണുന്നത്. സാരമില്ല, അവളെ തുറന്നു വിടാത്തതിൻ്റെ ഡിപ്രഷനാണ്. തുറന്നു വിടാൻ പറ്റത്തില്ല, കാര്യം തുറന്നു കിടക്കുന്ന പുരയിടമല്ലേ. അപ്പം മൊത്തം വേറെ പട്ടികളൊക്കെ ഉണ്ട്. കടിച്ചെന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വയ്യ അതിനെ കൊണ്ട് നടക്കാനായിട്ട്. പാവം, സാരമില്ല. അങ്ങനെ ഞാൻ ഒരുവിധം ആ ടേബിളൊക്കെ ക്ലീൻ ചെയ്ത് അതിൻ്റെ അടിക്കുള്ള ചെലുമ്പുകലൊക്കെ ക്ലീൻ ചെയ്ത് തൂത്ത് ഒന്നൊരുവിധം തൂത്തെല്ലാം കഴിഞ്ഞിട്ടാട്ടോ അവിടെ ഇരുന്ന് 2-3 കസേര ഉണ്ടായിരുന്നു. കസേര നല്ല അടിപൊളിയായിട്ട് പൊടിയായിരുന്നു. പിന്നെ ആ കസേരപ്പുറത്തിരിക്കുന്ന എൻ്റെ സിലിക്കോണിൻ്റെ മോൾഡുകൾ എല്ലാ സൈസ് മോൾഡും ഉണ്ട്. റെസിൻ്റെ ഉണ്ട്, ക്യാൻഡിൽ മേക്കിങ്ങിൻ്റെ ഉണ്ട്, ജാർ മേക്കിങ്ങിൻ്റെ ഉണ്ട്, എല്ലാ സൈസ് ഇതുണ്ട്. അപ്പോൾ ഇതെല്ലാം ചൂടുവെള്ളത്തിലിട്ട് ഇനി കഴുകിയെടുക്കണം. എന്നാലേ ഇതൊന്ന് നല്ല ക്ലീൻ ആയി കിട്ടത്തുള്ളൂ. ബിക്കോസ് എന്ത് വർക്ക് ചെയ്യണമെങ്കിലും അത് ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ റെസിഡ്യൂ ഈ നമ്മൾ ചെയ്യുന്ന പ്രോഡക്ട്സിനകത്ത് ഉണ്ടാവും. അങ്ങനെ ഒരുവിധം അതെല്ലാം മാറ്റി വെള്ളം ഒഴിച്ച് ഞാൻ അതവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ക്ലീൻ ചെയ്യുന്നതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. അങ്ങനെ അവിടെ ഇരുന്ന 3 കസേരയും ഞാൻ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ റൂം ഒന്ന് കാണുമ്പോൾ ഉള്ളൊരു ആശ്വാസം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം ആ ഷെൽഫൊക്കെ ഒതുങ്ങിയിരിക്കുക. കാര്യം അതിനകത്ത് അങ്ങനെ അധികം സാധനങ്ങൾ എടുക്കാത്തത് കൊണ്ട് തന്നെ അത് ഒതുങ്ങിയെടുക്കുക. പക്ഷെ അത് അടയ്ക്കാൻ പാടാണ്. ഞാനതൊരു ഇതൊന്ന് അടച്ച് അതും ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലീനിങ് പരിപാടി തീരും. പിന്നെ ഒന്ന് തുടച്ചാൽ മതി. അതിപ്പോൾ ഇല്ല, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊന്ന് കൊല്ലത്ത് പോകാനുള്ളത് കൊണ്ട് ഒരുവിധം ഞാനത് ക്ലീൻ ചെയ്തെല്ലാം കഴിയുമ്പോൾ നമുക്ക് പിന്നെ ചെടിയില്ലാത്തൊരു പരിപാടി ഇല്ലല്ലോ. അങ്ങനെ ആ അലമാരിയും ജസ്റ്റ് ഒന്ന് തുടച്ചൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴാണ് ചെടിയില്ലാതെ ഒരു കാര്യവും നടക്കത്തില്ല. എവിടെ പോയാലും ഒരു ചെടി വെച്ചാലേ അതിനൊരു പൂർണ്ണതയുള്ളൂ. അങ്ങനെ ഞാനതൊന്ന് നോക്കിയപ്പോഴത്തേക്ക് പുറത്തുനിന്ന് 2 ചെടിയും കൂടെ എടുത്ത് വെക്കാം എന്നെല്ലാം വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ശരി ഇച്ചിരി ഷോ കാണിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഷോയും ഞാൻ ഇന്നത്തെ കാണിക്കുന്നുണ്ട്. നല്ല ഷോയാണ്, വെറുതെയാണ്. ഈ പാഡിൻ്റെ കാര്യം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ നീല കളറിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. അങ്ങനെ വെളിയിലിരുന്ന 2 ചെടി. അപ്പോൾ എനിക്ക് 2 മനസ്സാണ്. ആകെ മണി പ്ലാന്റ് അത് മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നെ ആയിക്കോട്ടെ, ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, കുറച്ച് ദിവസം എന്ത് നടക്കുമെന്ന് അറിയാമല്ലോ. അങ്ങനെ അതുമൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ച് ഫൈനൽ ലുക്ക് കണ്ടു കഴിഞ്ഞപ്പോഴാട്ടോ ശരിക്കും മനസ്സമാധാനമായത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ഇതിനൊക്കെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കുക. മാസത്തിലൊരിക്കലല്ല, എല്ലാ ദിവസവും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.